Nice.
ഓർമ്മിക്കാൻ പറ്റിയ ഒരു ചടങ്ങാണ്. ഇവിടെ നമുക്ക് സന്തോഷം തോന്നിയത് കുട്ടികളെ നാരായണീയം പഠിപ്പിക്കണം എന്നൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കുട്ടികൾ പാരായണം ചെയ്യുന്ന വളരെ ചെറിയ തോതിലേ കാണാൻ കഴിയുള്ളൂ. 40 വയസ്സ് 50 വയസ്സ് കാണുന്നതാണെങ്കിൽ ധാരാളം എടുക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. കുട്ടികളെ എടുക്കണം ഈ പുസ്തകം. കുട്ടികൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ കുട്ടികൾക്ക് എന്താ പറയുക, മുഖത്ത് തേക്കുന്ന സൗന്ദര്യ വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല. അതെന്താണെന്ന് അറിയാം, നമ്മൾ ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എത്ര പ്രായം ചെന്നാലും അവരുടെ മുഖത്ത് നാരായണൻ ചൊല്ലുന്ന ആളുകളുടെ, നാമജം ചൊല്ലുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാലറിയാം അതിനെന്തോ ഒരു പ്രത്യേക രീതിയിൽ തോന്നും. കുറവുകളൊക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പുറത്തൊരു സമിതിയിൽ പോയപ്പോഴേ ആചാര്യൻ കാലൊക്കെ നോക്കിയിട്ടാണ് വിളക്കൊക്കെ കൊടുക്കാമെന്നും തിരികൊടുത്താനൊക്കെ വന്നത്. കാല് മുഖത്ത് നോക്കിയാൽ പറയില്ല അങ്ങനെ ഒരു സംഭവം. കാല് വൈകാതെ കഴിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതങ്ങനെയാണ്. നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഗുണം പ്രസാദമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കും. ഈ കുട്ടികളെ എപ്പോഴും അഭ്യസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് വളരെ കാലം ഈ ബുദ്ധിയിലൊക്കെ വളരെ വളരെ വേഗത്തിൽ നല്ല ചിന്താഗതികൾ വളർത്താനൊക്കെ സാധിക്കും. പറയുന്നത് നമുക്ക് നമ്മുടെ കാലം വളരെ മോശമായിട്ടാണ് പോകുന്നത്. സ്കൂളിൽ പോയാൽ തിരിച്ച് വരുമ്പോൾ ഏത് കുട്ടികളും വരുമെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിൽ വളർത്തിയ കുട്ടികളെ ആണെന്ന് തോന്നിപ്പോകും. അപ്പോൾ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ജീവിക്കാൻ ഓരോ മനുഷ്യൻ രോഗത്തിൻ്റെ അറിയാം. രോഗം വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വാങ്ങിക്കുന്നുണ്ട് രോഗത്തിൽ. അല്ലേ? അത് പച്ചക്കറിയുടെ രോഗത്തിൽ വരും, ഐസ്ക്രീമിൻ്റെ രോഗത്തിൽ വരും, അരിയുടെ രോഗത്തിൽ വരും, ഗോതമ്പിൻ്റെ രോഗത്തിൽ വരും. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വളരെ മോശമായ ഒരു തലത്തിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കലക്കലുണ്ട്. അല്ലേ? ഇവിടെ വെച്ചിരിക്കുന്ന സ്വർണം നല്ലതാണ്, ഈ എണ്ണയുണ്ടല്ലോ അതെന്താണെന്ന് നമുക്ക് അറിയില്ല. അറിയണം കരി പിടിച്ച്, അല്ലേ? കാരണം വിളക്ക് കൊടുക്കുന്നതിലൊരു രാസപ്രവർത്തനം നടക്കുന്നതിനുള്ളതാണ്. വിളക്കും എണ്ണയും തിരിയും ചേർന്ന് കത്തുമ്പോഴുണ്ടാകുന്ന ഒരു രാസപ്രവർത്തനം, അത് അന്തരീക്ഷത്തിൽ ശുചീകരണം നടത്താനാണ്. ഇതിപ്പം ഈ വിളക്ക് കത്തിച്ച് നമ്മൾ ശുചീകരിക്കാനായിട്ട് നടക്കില്ല. അത്രത്തോളം മാലിന്യം നടക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. അത് ഭക്തിമാർഗം. ഭക്തി ഉണ്ടാകണം. ഭക്തി ഭയഭക്തി ഉണ്ടാകണം. എല്ലാവരും ഭക്തി എങ്ങനെയാണ്? ചിങ്ങം ഒന്ന് വന്നാൽ കെട്ടുകൊണ്ടുവരും, അത് ഭക്തിയാണ്. അല്ലേ? കെട്ടുകൊണ്ടെടുത്ത് അന്ന് ക്ഷേത്രത്തിൽ പോയി കുറേയൊക്കെ തൊട്ട് അതിനൊരുക്കിയിട്ടാണ് ഓഫീസിലെ ജോലിയൊക്കെ പോകാൻ. ഒരു പാഷനായി മാറും. ആ പാഷനല്ല, ഭക്തി എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വേണം. ഉള്ളിൽ നിന്ന് ഭക്തിക്ക് മാത്രമേ ശക്തി ഉണ്ടാകൂ. അപ്പോൾ ആ ശക്തി നമുക്ക് നേടാൻ കഴിയണമെങ്കിൽ ഭക്തി വളർത്തണം. ഭക്തി വളർത്താൻ എവിടെയാണ്? ക്ഷേത്രങ്ങളാണ് എന്ന് പറയുന്നില്ല. അല്ലേ? ക്ഷേത്രങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്. നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ കാണാം വിഗ്രഹങ്ങളൊക്കെ വസ്ത്രമില്ലാതാണ് നിൽക്കുന്നത്. അല്ലേ? വസ്ത്രമില്ലാത്ത വിഗ്രഹങ്ങളാണ്. മനുഷ്യൻ എങ്ങനെയാണോ അത് നേരിട്ട് നമുക്ക് കാണിക്കാം. അതിനോട് ആർക്കൊന്നും തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. അകത്തേക്ക് പോയി കണ്ണ് വളരെ ഇടുക്കി ചെമ്മിയിട്ടാണ് പ്രവേശനം വരുന്നത്. അവിടെയും കാണാതാണ്. അപ്പം ഈ കാണുന്നതൊക്കെ എന്തായിരുന്നു? പുറത്ത് വെക്കേണ്ടതാണ്, നമ്മൾ അകത്ത് കയറ്റിയതല്ല എന്നാണ് ക്ഷേത്രവിശ്വാസം നമ്മളോട് പഠിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കണം.